السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. വേദിയിലിരിക്കുന്ന വന്യരായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും സുന്നി യോജന സംഘത്തിൻ്റെയും SSFിൻ്റെയും സംസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട മുസ്ലിം ജമാഅത്തിൻ്റെ SYSൻ്റെ SSFിൻ്റെ പ്രവർത്തകരെ, സഹൃദയരായ നാട്ടുകാരെ, പ്രബുദ്ധരായ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഈ രാജ്യത്തിന് വേണ്ടി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു വർഷക്കാലമായി കേരളത്തിൽ SSF സംസ്ഥാന വ്യാപകമായി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി മാനവ വിഭവശേഷിയാണ്. പ്രബുദ്ധരായ വിദ്യാർത്ഥിത്വം രൂപപ്പെടുമ്പോഴാണ് ഒരു രാജ്യത്തെ അതിൻ്റെ ശരിയായ ദിശയിലേക്ക്, രാജ്യത്തിൻ്റെ വളർച്ചയിലേക്ക്, വികസനത്തിലേക്ക്, നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് സാധ്യമാവുക. എന്തും സാധ്യമാവുന്ന ക്രിയാശേഷിയുടെ പ്രയോഗകാലമാണ് യൗവനമെന്ന് ആൽബർട്ട് കാമു നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥിത്വത്തെ ഉണർത്തിയെടുക്കുക എന്നത് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ, ഈ രാജ്യത്തെ സമൂഹത്തിൻ്റെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാവണമായിരുന്നു. പുതിയ കാലം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ അത്ര ശുഭകരമല്ല. പുതുതലമുറയുടെ അബദ്ധസഞ്ചാരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ മറ്റാരാലോ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുണരുന്നതിന് പകരം അവരുറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവരെ ഉണർത്തേണ്ട എല്ലാ മാധ്യമങ്ങളും അവരെ ഉറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിരാവിലെ അവരുടെ മുന്നിലേക്കെത്തുന്ന പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉണരണം എന്നല്ല. ഉറക്കുപാട്ട് പാടി ഉറക്കിക്കിടത്തുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കമ്പോളത്തിനധിഷ്ഠിതമായാണ് പുതുതലമുറ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കമ്പോളം താൽപ്പര്യപ്പെടുന്ന രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേഷഭൂഷാദികൾ അണിയുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് കമ്പോളത്തിൻ്റെ താൽപ്പര്യം. പ്രബുദ്ധരായ ഒരു യുവത ഇവിടെ വളർന്നു വന്നാൽ അതിൽ ചിലർ അതിമാരകമായ അപകടങ്ങൾ ദർശിക്കുന്നുണ്ട്. അതാരാണ് എന്നാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂഷകവർഗമാണ്. നമ്മുടെ ഉണർവിനെ ഭയപ്പെടുന്ന അധികാരിവർഗവുമാണ്. നമ്മുടെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്നും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നില്ലെന്നും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും നിവർത്തിക്കപ്പെടാതെ കിടക്കുന്നു എന്നുമുള്ള മുറവിളികളെ നമ്മുടെ ഭരണകൂടവും ഭയപ്പെടുന്നു. അതുകൊണ്ട് പുതുതലമുറ ഉണരരുത് എന്നവർ വിചാരിക്കുന്നു. വളരെ ആസൂത്രിതമായി ന്യൂ ജനറേഷനെ
ഉറക്കിക്കിടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുന്നിലുള്ള മാതൃകാ പുരുഷന്മാർ അവരെ ഉണർത്തുകയല്ല ചെയ്യുന്നത്. സാമൂഹ്യ ബോധത്തിലധിഷ്ഠിതമായ, രാഷ്ട്രീയ ബോധത്തിലധിഷ്ഠിതമായ ഒരു മുന്നേറ്റത്തിന് അവരെ ഉയർത്തിക്കൊണ്ടുവരികയല്ല റോൾ മോഡലുകളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾക്ക് കൃത്യമായി നിരീക്ഷിച്ചാൽ ബോധ്യമാവും. അതിരാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഐശ്വര്യ റായിയും സുസ്മിത സെന്നും കത്രീന കൈഫും കരീന കപൂറും ഋതിക് റോഷനും സൽമാൻ ഖാനും ഷാറൂഖ് ഖാനുമാണ്. അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങൂ എന്നാണ്, നിങ്ങൾ ഈ ആഢയാഭരണങ്ങൾ ഉപയോഗിക്കൂ എന്നാണ്, നിങ്ങൾ ഈ കോസ്മെറ്റിക്സ് ആണ് സൗന്ദര്യവർദ്ധക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നാണ്, നിങ്ങൾ ഇങ്ങനെ നടക്കണമെന്നാണ്. നമ്മുടെ രുചിയും അഭിരുചിയും നമ്മുടെ ഭാഷയും ഭാവവും ഭാവനയും ഇന്ന് തീരുമാനിക്കുന്നത് കമ്പോളമാണ്. കമ്പോളത്തിന് ഈ സമൂഹത്തിന്റെ മേൽ അതിശക്തമായ ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിന്റെ പരിണതിയാണ് നമ്മൾ ഇന്ന് എന്ത് തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ മക്കൾ എങ്ങനെയാവണം എന്ന് നമ്മുടെ രക്ഷിതാക്കൾ തീരുമാനിക്കുന്നതും കമ്പോളത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കമ്പോളം, മാർക്കറ്റിൽ എന്റെ മകൻ എന്ത് മൂല്യം കിട്ടും എന്ന് തന്നെയാണ് പുതിയ തലമുറയെ ചൊല്ലി രക്ഷിതാക്കൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുതലമുറയിൽ നിന്ന് പുതിയ കാലത്ത് അവരുടെ രക്ഷിതാക്കൾക്ക് പഴയ തലമുറയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അവർ അർഹിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും. എന്റെ മകൻ പഠിക്കണം എന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്നു. പഠിച്ചവൻ ഡോക്ടറാവണം, പഠിച്ചവൻ എഞ്ചിനീയർ ആവണം, പഠിച്ചവൻ രാജ്യത്തിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ വിരാജിക്കുന്നവനാവണം, അവൻ ഏറ്റവും നല്ല ഉദ്യോഗം ലഭിക്കണം, അവൻ പണം കായ്ക്കുന്ന മരമാവണം എന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നു. ഒരു വിചാരം നമ്മളിൽ നിന്ന് കെട്ടുപോയിരിക്കുന്നു. അത് പഠിച്ചവൻ ഒരു മനുഷ്യനാവണം എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം ഇന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നത് ശരിയായ ഒരു മനുഷ്യനെയല്ല, മനുഷ്യനെ മാനവികതയിലേക്ക് നയിക്കാനാണ്, മാനവികതയിൽ നിന്ന് അതിമാനവികതയിലേക്ക് നയിക്കാനാണ് വിദ്യാഭ്യാസം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസം അതിനു വേണ്ടിയുള്ളതല്ല, പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. എന്റെ മകൻ ഏറ്റവും നല്ല പണം കായ്ക്കുന്ന മരമായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ കൊച്ചുനാളിലെ അവനെ പഠിപ്പിക്കുന്നു, ആവശ്യത്തിലധികം പഠിപ്പിക്കുന്നു. പഠിച്ചവൻ ഡോക്ടറാവുന്നു, എഞ്ചിനീയർ ആവുന്നു, അവൻ മനുഷ്യനാവുന്നില്ല. അതുകൊണ്ട് പുതിയ തലമുറ അവരുടെ സൗകര്യം തന്നെയാണ് പരിഗണിക്കുന്നത്. അവരുടെ സൗകര്യം പരിഗണിക്കുമ്പോൾ അവർക്ക് ഭാരമായി മുന്നിലുണ്ട് അവരുടെ രക്ഷിതാക്കൾ, പ്രായം ചെന്നവർ. അവരോട് ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടതെന്ന് അവരോട് കമ്പോളം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ശല്യമാകുന്ന പിതാവിനെ, മാതാവിനെ കൊണ്ടുചെന്ന് തള്ളാൻ നമുക്ക് ധാരാളം വൃദ്ധസദനങ്ങളുണ്ട്. വൃദ്ധസദനങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ വരാൻ പോകുന്നത് ദയാവധ സദനങ്ങളാണ്. ഈ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുചെന്ന് തള്ളുന്ന മക്കൾക്ക് കുറച്ചെങ്കിലും രക്ഷിതാക്കളോട് സ്നേഹമുണ്ട്. അടുത്ത തലമുറ ഒട്ടും സ്നേഹമില്ലാത്തവരാ വരാൻ പോകുന്നത്. അവര് ഈ ദയാവധ സദനങ്ങളിൽ കൊണ്ടുചെന്ന് എന്റെ അച്ഛനെ, അമ്മയെ, എന്റെ പിതാവിനെ, മാതാവിനെ ഒന്ന് കൊന്നുതരൂ എന്ന് പറയാനിരിക്കുകയാണ്. അതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടതിന്റെ പിറകിൽ അതിന്റെ ഈ ദുരന്തത്തിന്റെ കാരണം എന്ത്? ഇനിയും നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. വിഷയം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല, തുടങ്ങാനേ പോകുന്നുള്ളൂ. കമ്പോളം ആർത്തി പൂണ്ട മനസ്സുമായിട്ടാണ് നടക്കുന്നത്. കമ്പോളത്തിന്റെ താല്പര്യത്തിൽപ്പെട്ടതല്ല വ്യക്തിബന്ധം, സാമൂഹ്യ ബന്ധം. നമ്മൾ മക്കളുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധം, മക്കൾക്ക് രക്ഷിതാക്കളുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധം, ഗുരുശിഷ്യ ബന്ധം, സാമൂഹ്യ ബന്ധം, അയൽപ്പക്ക ബന്ധം. ഈ ബന്ധങ്ങളെക്കുറിച്ച് കമ്പോളത്തിന് ഒരു താല്പര്യവുമില്ല. കമ്പോളത്തിന്റെ താല്പര്യം കച്ചവടം മാത്രമാണ്. കച്ചവട താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന പുതുതലമുറയ്ക്ക് പിഴച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവർ കമ്പോളത്തിന്റെ എല്ലാ മോഹവലയങ്ങളിലും പെട്ട് അടിപതറി വീണ് കിടക്കുകയാണ്. ബോധം പോലും ഈ മാർക്കറ്റിന് വേണ്ടി, മാർക്കറ്റ് മുന്നോട്ട് വെച്ച പരസ്യത്തിന് വേണ്ടി അവർ തീരെഴുതി കൊടുത്തു കഴിഞ്ഞു. പി രാമേന്ദ്രന്റെ ഒരു കവിത ഞാൻ ഓർക്കുന്നു. കവിത എങ്ങനെയാണ്? ചെരുപ്പ് സുന്ദരിയുടെ കണങ്കാൽ, സോപ്പ് സുന്ദരിയുടെ കഴുത്ത്,
തുണിക്കടയിലെ ചില്ലുകൂട്ടിൽ ആസാലപഞ്ചികയ്ക്ക് മുന്നിൽ എത്ര പെട്ടെന്നാണ് നമ്മൾ സ്ഖലിതരായി കുഴഞ്ഞു വീണുപോയത്. നഗ്നമായ, വളരെ കൃത്യമായ, വളരെ ലളിതമായ ഭാഷ കൊണ്ട് വി പി രാമചന്ദ്രൻ വളരെ മനോഹരമായി പുതുതലമുറയെ ഇവിടെ ഇങ്ങനെ ആവിഷ്കരിക്കുന്നു. ഈ തലമുറയെ ഉയർത്താനുള്ള വഴി എന്താണ്? ഈ തലമുറ ഇങ്ങനെ ആയാൽ വരാനിരിക്കുന്ന നമ്മുടെ നാട് എങ്ങനെയായിരിക്കും? നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും? നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അതാരും നിവർത്തിക്കപ്പെടും? അവിടെയാണ് നമ്മുടെ ഏറ്റവും ജീവൽ പ്രശ്നം നിലനിൽക്കുന്നത് എന്ന് ഞങ്ങൾ നിശ്ചയമായും വിചാരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഡോക്ടർമാർ വർദ്ധിക്കുന്നുണ്ട്, എഞ്ചിനീയർമാർ വർദ്ധിക്കുന്നുണ്ട്. MP നാരായണപിള്ള എന്ന പ്രശസ്തനായ മലയാള സാഹിത്യകാരൻ പണ്ട് പ്രവചിച്ചിരുന്നു നമ്മുടെ രാജ്യത്ത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും വർദ്ധിക്കുമെന്ന്. അങ്ങനെ ഈ തെരുവിൽ നിങ്ങൾ മുൻപ് കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്, അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താൻ എന്നായിരുന്നു. നാളെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന മുദ്രാവാക്യത്തെ ചൊല്ലി MP നാരായണപിള്ള നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നു. കക്കൂസുണ്ടാക്കാനുണ്ടോ കക്കൂസുണ്ടാക്കാൻ, സൂക്കേടുണ്ടോ സൂക്കേട് എന്ന് ചോദിച്ച് ഡോക്ടർമാരും എഞ്ചിനീയർമാരും നമ്മുടെ തെരുവിൽ അലയുന്ന ഒരു കാലം വരും എന്ന്. നമ്മുടെ ചുറ്റും ഡോക്ടർമാരാണ്, ധാരാളം ഡോക്ടർമാരുണ്ട്, ധാരാളം എഞ്ചിനീയർമാരുണ്ട്. പക്ഷെ ഒരു മനുഷ്യനായ ഡോക്ടറെ നമ്മൾ വളരെ വിരളമായി മാത്രമേ കാണുന്നുള്ളൂ. മനുഷ്യനായ ഒരു എഞ്ചിനീയറെ, മനുഷ്യനായ ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ വളരെ വിരളമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്തുകൊണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പല്ല പരിശോധിക്കുന്നത്, നമ്മുടെ കീശയുടെ തുടിപ്പാണ്. എത്രമാത്രം നമ്മളിൽ നിന്ന് ചോർത്തിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പുതിയ കാലത്തെ ഡോക്ടർമാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ MBBS വിലയ്ക്ക് വാങ്ങിയതാ. ലക്ഷങ്ങൾ കൊടുത്ത്, ലക്ഷങ്ങൾ നിക്ഷേപിച്ച് അവർ വിലയ്ക്ക് വാങ്ങിയത്, MBBS എടുത്തത് നമ്മളെ സേവിക്കാനല്ല. ആതുര സേവനം അത് പഴയ മുദ്രാവാക്യമായിരുന്നു. ഇന്ന് ആതുര വ്യവസായം എന്നാണ് പറയുക. ആതുര വ്യവസായത്തിന്റെ ഭാഗമായി എത്രമാത്രം തനിക്ക് ചോർത്തിയെടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ ഡോക്ടർമാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് 1, തന്റെ മുന്നിലിരിക്കുന്ന രോഗി തന്നെയാണ്. 2, മെഡിക്കൽ ഷോപ്പുകളാണ്. 3, ലബോറട്ടറികളാണ്. അങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്നെഴുതി, ആവശ്യത്തിനും അനാവശ്യത്തിനും ടെസ്റ്റുകൾ നിർദ്ദേശിച്ച്, ആവശ്യത്തിനും അനാവശ്യത്തിനും കീറി മുറിച്ച് നമ്മളെ ചോർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ നഗരങ്ങളിൽ ഇത്രമാത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ? ആർക്കുവേണ്ടിയാണ്? എന്തിനാണ് നമ്മുടെ മാർക്കറ്റിൽ ഇത്രയധികം മരുന്നുകൾ? ഡോക്ടർ B. ഇക്ബാൽ പറയുന്നു, ഏതാണ്ട് 30ഓളം കണ്ടന്റുകൾ അടങ്ങിയ മരുന്നുകളെ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ മാർക്കറ്റിൽ ലഭ്യമായത് ഏതാണ്ട് 300ഓളം മരുന്നുകളാണ്. ഇതെല്ലാം വാങ്ങി തിന്നേണ്ടത് നമ്മളാണ്. അങ്ങനെ തിന്നാൽ പേരറിയുന്ന, പേരറിയാത്ത ഒട്ടനേകം രോഗങ്ങൾക്ക് നമുക്ക് അടിമപ്പെടാം. ചെമ്മനം ചാക്കോ പാടിയതുപോലെ ഒരു രോഗം കൊണ്ട് ആശുപത്രി ചെന്നാൽ പല രോഗം വാങ്ങി നമുക്ക് തിരികെ പോരാം. രോഗം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ആശുപത്രിയുടെ പരിസരത്തൂടെ പോവരുത് എന്ന ഒരു കാലത്തേക്ക് മാറിയിരിക്കുകയാണ്. ഒരു മിനിക്കഥ ഓർക്കുന്നു ഞാൻ. നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം, കാരണം ഡോക്ടർക്ക് ജീവിക്കണമല്ലോ. ഡോക്ടർ കുറിപ്പെഴുതിയാൽ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ കാണിക്കണം, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങണം, കാരണം മെഡിക്കൽ ഷോപ്പുകാരനും ജീവിക്കണമല്ലോ. മെഡിക്കൽ ഷോപ്പുകാരൻ നിങ്ങൾക്ക് മരുന്ന് തന്നാൽ നിങ്ങൾ ആ മരുന്ന് ദൂരേക്ക് കളയണം, കാരണം നിങ്ങൾക്കും ജീവിക്കണമല്ലോ. നഗ്നമായ ഒരു സത്യമാണിത്. നമ്മുടെ ഡോക്ടർമാർക്കറിയാം ഇത്, നമ്മുടെ മെഡിക്കൽ ഷോപ്പുകാർക്കും അറിയാം ഇത്. നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുളികകൾ, അതിന്റെ പേര് ചാത്തൻ ഗുളികകൾ എന്നാണ്. നമുക്കറിയില്ലെങ്കിലും മെഡിക്കൽ ഷോപ്പിന്റെ പിറകിലിരുന്ന് സ്വകാര്യമായി മെഡിക്കൽ ഷോപ്പുകളിലെ മെഡിക്കൽ മരുന്നുകൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും ഈ ചാത്തൻ ഗുളികയുടെ രസതന്ത്രം എന്താണെന്ന്, അത് എവിടെ വെച്ചാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന്. അത് നമ്മുടെ ഝാർഖണ്ഡിലും ഒറീസയിലും ഒക്കെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ കുടിലുകളിലെ കുടിൽ വ്യവസായമാണെന്ന് ആ തെരുവീതികളിലൂടെ നടന്നു പോകുമ്പോൾ ഉണക്കാനിട്ടിരിക്കുന്ന ഈ B കോംപ്ലക്സ് ഗുളികകൾ നമുക്ക് കാണാൻ കഴിയുമെന്ന്. ആ ഗുളികകൾ വാങ്ങിയിട്ടാണ് നമ്മൾ വാരി വിഴുങ്ങുന്നത്. ഇതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. എന്തുകൊണ്ട് നമ്മുടെ ഡോക്ടർമാർ, ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യത്വമുള്ള, മാനവിക ബോധമുള്ള, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, മനുഷ്യന്റെ ഹൃദയമിടിപ്പുകളുടെ വേദനകൾ അറിയുന്ന, അയാളുടെ രോഗശമനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, ഉറക്കമൊഴിഞ്ഞ് രോഗിക്ക് കാവലിരിക്കുന്ന ധാരാളം ഡോക്ടർമാരുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷേ അത് വളരെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ആതുര സേവനം ആതുര വ്യവസായമായി മാറുന്നു. ആർക്കും എപ്പോഴും ബുദ്ധി വേണ്ട, വിവരം വേണ്ട,
നിങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. MBBS, BTech, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ, സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഗ്രാമം തോറും കൂണുപോലെ പൊട്ടിമുളച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ആ കാലത്ത് MBBS വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ്, എഞ്ചിനീയറിംഗ് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ് എങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ഡോക്ടറുടെ മുന്നിൽ മനസ്സമാധാനത്തോടുകൂടി നമ്മുടെ ശരീരം പരിശോധനയ്ക്ക് വെക്കും എന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നു. എന്തുകൊണ്ട് കൊൽക്കത്തയിലെ മേൽപ്പാലങ്ങൾ തകർന്നു വീഴുന്നു? മഹാഭാഗ്യവാന്മാരാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന, നമ്മൾ നടന്നു പോകുന്ന, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എടുപ്പുകളൊന്നും നമ്മുടെ തലയിലേക്ക് പൊളിഞ്ഞു വീഴുന്നില്ലല്ലോ എന്നതിന്റെ പേരിൽ. അങ്ങനെ സമാധാനം കൊള്ളാനേ വകയുള്ളൂ. നാളെ വരാനിരിക്കുന്ന ഈ ബിടെക്കുകാർ, ഈ എഞ്ചിനീയർമാർ, അവർ നിർമ്മിക്കുന്ന ഓരോ നിർമ്മിതിയുടെയും ബലം അത് തലയിൽ കൈവച്ചുകൊണ്ടല്ലാതെ റോട്ടിന്റെ മുകളിലൂടെ നടക്കാൻ പറ്റാത്ത ഒരു ഗതികെട്ട കാലത്തേക്ക് നമ്മൾ പോവാൻ പോവുകയാണ്. ഇത് ഡോക്ടറുടെയും എഞ്ചിനീയറുടെയും മാത്രം അവസ്ഥയല്ല. അക്ഷരം പഠിപ്പിക്കുന്ന ഗുരുനാഥന് മാനവിക ബോധമില്ലെങ്കിൽ അവൻ പഠിപ്പിച്ചു വിടുന്ന വിദ്യാർത്ഥി അവൻ എങ്ങനെയാണ് രൂപപ്പെട്ടു വരിക? എവിടെ നിന്നാണ് ഒരു വിദ്യാർത്ഥി രൂപപ്പെടുന്നത്? പാഠപുസ്തകത്തിൽ നിന്നാണ് എന്നാണ് നമ്മുടെ ധാരണ. പാഠപുസ്തകത്തിൽ നിന്ന്, ധാർമ്മിക ബോധം പഠിപ്പിക്കാത്ത പാഠപുസ്തകത്തിൽ നിന്ന്, സനാതന മൂല്യങ്ങളെക്കുറിച്ച് പറയാത്ത പാഠപുസ്തകങ്ങളിൽ നിന്ന്, മനുഷ്യരെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചും പറയാത്ത പാഠപുസ്തകത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ബോധമുള്ള, മാനവിക ബോധമുള്ള ഒരു മനുഷ്യൻ രൂപപ്പെട്ടു വരിക? എന്ത് പ്രത്യാശയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്? നമ്മുടെ ഭരണകൂടത്തിന്റെ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വികലമായ കാഴ്ചപ്പാടിന്റെ പരിണതി കൂടിയാണിത്. കൃത്യമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടില്ലാത്ത, രാജ്യത്തെ ജനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്ത, ഈ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചും അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചും അറിയാത്ത രാഷ്ട്രീയക്കാരുണ്ടായി വരുമ്പോൾ നമുക്ക് ഇതിലും പതിതാപകരമായ അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരും. തീർച്ചയായും രാഷ്ട്രീയ നേതൃത്വം നല്ലൊരു സന്ദർഭത്തിലാണ് ഈ ക്യാമ്പയിനുമായി, ഈ ചർച്ചയുമായി കേരളത്തിന്റെ തെരുവീഥികളിലൂടെ SSF പ്രയാണം തുടങ്ങിയത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുറ്റത്താണ്. ഈ രാജ്യത്തെ ജനങ്ങൾ, അവർക്കാണ് ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മൾ പറയുന്നു. ജനാധിപത്യം എന്നാണ് നമ്മൾ പറയുന്നത്. ജനങ്ങളുടെ ആധിപത്യം എന്നാണ് അതിന്റെ വിവർത്തനം. ജനങ്ങളുടെ ആധിപത്യ കാലത്ത് ജനങ്ങൾക്ക് എത്രമാത്രം ശക്തിയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കാം. ആർക്കുവേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് വികസനങ്ങൾ ഉണ്ടാകുന്നത്? എന്ത് വികസന കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്? രാജ്യം വളരുന്നു, രാജ്യം വളർന്നു വികസിക്കുന്ന ടൈഗർ ഇക്കണോമിയാണ്. ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ അഭിമാനത്തോടുകൂടി കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ ഭരണ നേതൃത്വം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് വികസനത്തിന്റെ അടയാളം? അത് നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഈ സൂപ്പർ ഹൈവേകളാണ്, പടുകൂറ്റൻ ഷോപ്പിംഗ് മാളുകളാണ്, മെട്രോ റെയിലുകളാണ്, മോണോ റെയിലുകളാണ്, തീവണ്ടിപ്പാതകളാണ്. ഇത് ചൂണ്ടിയിട്ടാ രാജ്യം വികസിക്കുന്നു എന്ന് പറയുന്നത്. ഇന്നലെ രാജ്യം വികസിച്ചില്ല എന്നാണ് നമ്മുടെ പരാതി. ഇന്ന് നമ്മുടെ രാജ്യം വികസിക്കുന്നു. ഇന്നലെ ഭരിച്ചിരുന്നവരുടെ അവരുടെ അപാകത, അവരുടെ പോരായ്മ, ദീർഘവീക്ഷണമില്ലായ്മ, ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ദീർഘവീക്ഷണം, അവരുടെ കാര്യപ്രസക്തമായ ഇടപെടൽ, നെഞ്ചളവിന്റെ വീതി, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഭരിച്ചിരുന്നവരുടെ അവധാനത കൊണ്ടാണ് ഇന്നലെ രാജ്യം വികസിക്കാതിരുന്നത്. ഇന്ന് രാജ്യം വികസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായി മനസ്സിലാക്കണം നമ്മുടെ രാജ്യം എങ്ങനെയാണ് വികസിക്കുന്നത് എന്ന്. ഈ രാജ്യത്ത് വികസനം ഉണ്ടാവുന്നുണ്ട്. ആ വികസനം തുലോം കുറഞ്ഞ ഒരു വിഭാഗത്തിലേക്ക് മാത്രമാണ്. മുകേഷ് അംബാനി വികസിക്കുന്നുണ്ട്, രത്തൻ ടാറ്റ വികസിക്കുന്നുണ്ട്, ലക്ഷ്മി മീറ്റലും അസിം പ്രേംജിയും അദാനിയും വികസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പണം അത് വിദേശ രാജ്യങ്ങളിലേക്ക് കട്ടുകടത്തപ്പെടുന്നുമുണ്ട്. സ്വിസ് ബാങ്കുകളിൽ അത് കുന്നുകൂടുന്നുമുണ്ട്. സംശയമില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും മുകേഷ് അംബാനിമാരാണോ? അദാനിമാരും അസിം പ്രേംജിമാരും ലക്ഷ്മി മിറ്റലുമാരും മാത്രമാണോ? ഈ രാജ്യത്തെ 80% വരുന്ന ജനതയുടെ എന്ത് വികസനമാണ്, എന്ത് അടിസ്ഥാന പ്രശ്നങ്ങളാണ് നമ്മുടെ ഭരണകൂടം വികസിപ്പിച്ചെടുത്തത്? 80% വരുന്ന ജനതയ്ക്കും ഇന്ന് ശുദ്ധജലം എന്ന് പറയുന്നത് അത് അപ്രാപ്യമാണ്. മലിനജലം കുടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ തെരുവുകളിലെ മനുഷ്യർ. 60% വരുന്ന ജനതയ്ക്ക് വിസർജ്യം ചെയ്യാൻ ഈ തെരുവ് റോഡുകളാണുള്ളത്. 40% വരുന്ന ജനത ഒരു നേരത്തെ പശി മാറ്റാൻ നിവൃത്തിയില്ലാതെ അടിവസ്ത്രം മുറുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു.
ഈ ജനവിഭാഗത്തിന്റെ വികസനത്തിന്റെ കണക്ക് രേഖപ്പെടുത്താൻ അത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കാൻ ഏത് ഭരണകൂടത്തിനാണ് ധൈര്യമുള്ളത്? തീർച്ചയായും നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയം, അത് നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ വികസന സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവാണ്. ആ ബോധമില്ലാത്ത ഒരു സമൂഹം ഇവിടെ എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം നമ്മുടെ രാജ്യത്ത് ഈ പതിതാവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും, ഈ പീഡനം തുടർന്നുകൊണ്ടേയിരിക്കും. പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു ജനത എന്നും പാർശ്വവൽക്കരിക്കപ്പെടുകയും അവർ കുടിവെട്ടി മൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. രാജ്യത്തിന്റെ ഖജനാവുകൾ നിറഞ്ഞു കവിയുന്നു, രാജ്യത്തിന്റെ ധാന്യപ്പുരകൾ നിറഞ്ഞു കവിയുന്നു. നിറഞ്ഞു കവിയുന്ന ഗോതമ്പും അരിയും പുഴുവരിക്കുന്നു, കെട്ടുനാറുന്നു. ഭരണകൂടം വലിയ കുഴിവെട്ടി അത് മൂടുന്നു. പുഴുവരിച്ച ധാന്യങ്ങൾ സമം മറ്റൊരു കുഴി കൂടി വെട്ടി മൂടുന്നുണ്ട്. ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും ഒരു നേരത്തെ പശി മാറ്റാൻ നിവൃത്തിയില്ലാതെ ആർത്ത് കരഞ്ഞ് ചത്തുമലച്ച് അവരുടെ മൃതദേഹം സമം ഒരു കുഴി കൂടി വെട്ടി ഭരണകൂടം മൂടുകയാണ്. അപ്പോ നമ്മുടെ സുപ്രീം കോടതി ഇടപെടുകയാണ്. എന്തുകൊണ്ട്? പുഴുവിന് തിന്നാൻ കൊടുത്ത ഈ ധാന്യം പുഴുക്കൾക്ക് തുല്യമായ, അതിനേക്കാൾ ദയനീയമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനതയ്ക്ക് തിന്നാൻ കൊടുത്തുകൂടാന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. നമ്മുടെ ഭരണകൂടം പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥിതി തകർന്നു പോകുമെന്നാണ്. സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ മുറ്റത്ത് വന്ന് നിന്ന് സമ്മതം പതിച്ചു നൽകാനിരിക്കുന്ന മുഴുവൻ മഹാജനങ്ങളും ഓർത്തുവെക്കുക, ആരാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥിതി രൂപപ്പെടുത്തുന്നത്? എന്തിനാണ് ഈ സമ്പദ് വ്യവസ്ഥിതി? അമേരിക്കയിൽ കാർഷിക വിപ്ലവം ഉണ്ടായി. വ്യാവസായിക വിപ്ലവാനന്തരം ധാന്യങ്ങള് വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് സമ്പന്നമായിരുന്നു. അങ്ങനെ അമേരിക്കൻ ഭരണകൂടം ധാരാളം ധാന്യപ്പുരകൾ നിറഞ്ഞു കവിഞ്ഞപ്പോ ധാന്യപ്പുരകളിലെ ഗോതമ്പും ഉരുളക്കിഴങ്ങും എടുത്ത് നദിയിൽ ഒഴുക്കിയത്രേ. അവിടുത്തെ പാവപ്പെട്ട ജനത നദിയുടെ ഓരങ്ങളിലിരുന്ന് ഗോതമ്പും ഉരുളക്കിഴങ്ങും സമാഹരിക്കാൻ തുടങ്ങിയപ്പോ സൈന്യത്തെ ഉപയോഗിച്ച് തടഞ്ഞുവെത്രേ. ഒടുവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ മണ്ണെണ്ണയൊഴിച്ച് തീയിട്ട് നശിപ്പിച്ചുവെത്രേ. അന്ന് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞ അതേ ന്യായവാദങ്ങളാണ് നമ്മുടെ ഭരണകൂടത്തിനും പറയാനുള്ളത്. സമ്പദ് വ്യവസ്ഥിതി പിടിച്ചു നിർത്തണം. ആർക്കു വേണ്ടി? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇത്? ഈ രാജ്യത്തെ ജനങ്ങളോടാണോ ഭരണകൂടത്തിന് വിധേയത്വമുള്ളത്? ഈ രാജ്യത്തെ ജനങ്ങളാണോ ഭരണകൂടത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രസക്തമായത്? അതോ ഈ രാജ്യത്തെ തുലോം സമ്പന്നരാണോ? അവർക്ക് വേണ്ടിയാണോ ഈ രാജ്യത്തിന്റെ വികസനങ്ങൾ ഉണ്ടാക്കേണ്ടത്, നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്, ഭരണങ്ങൾ ഉണ്ടാക്കേണ്ടത്? നാം വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ദണ്ഡകാരണ്യങ്ങളൊക്കെ ഇന്ന് പോസ്കോയ്ക്കും SRനും തീരെഴുതി കൊടുത്തു കഴിഞ്ഞു. അദാനിമാരുടേതും അംബാനിമാരുടേതും ഒക്കെയാണ് രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങളൊക്കെ. അതൊക്കെ തീരെഴുതി കൊടുത്തപ്പോൾ കിട്ടിയ പിച്ചപ്പണം കൊണ്ട്, നക്കാപ്പിച്ച കൊണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ കുംഭഗോപുരങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചത്. അങ്ങനെയാണ് നമുക്ക് മെട്രോ റെയിലും മോണോ റെയിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഈ ഷോപ്പിംഗ് മാളുകളും ഒക്കെ ഉണ്ടായത്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഈ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നിടത്ത് ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്, അവരുടെ വികസന നയം എന്താണ് നമുക്കറിയണം. ജനങ്ങളോടുള്ള സമീപനം എന്താണ്? ഭരണകൂടം, രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര് ചോദിച്ചാൽ പേര് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾ ജനങ്ങൾ കഴുത, പമ്പരവിഡ്ഢികൾ. അതെ, നമ്മൾ അങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൊതുസമൂഹം. ഞങ്ങൾ പമ്പരവിഡ്ഢികളാണ്. അടയാളം ഞാൻ പറയാം. ഒരു റോഡ് അനുവദിച്ചാൽ, ഒരു ബസ് സ്റ്റോപ്പ് അനുവദിച്ചാൽ, ഒരു മൂത്രപ്പുര അനുവദിച്ചാൽ നമ്മളെ MLAയുടെ MP യുടെ വലിയ ഫ്ലക്സ് ബോർഡ് വെക്കുകയാണ്. നെടുനീളൻ വലിപ്പമുള്ള ഉയർത്തിപ്പിടിച്ച കൈയോടുകൂടി പുഞ്ചിരിച്ചു നിൽക്കുന്ന മന്ത്രിയുടെ, MLAയുടെ, MP യുടെ ചിത്രം. എന്നിട്ട് അഭിവാദ്യങ്ങൾ. എന്തിന്? ഒരു മൂത്രപ്പുര നിർമ്മിച്ചു തന്നതിന്, റോഡ് റബ്ബറൈസ് ചെയ്തു തന്നതിന്, തീവണ്ടിക്ക് സ്റ്റോപ്പ് അനുവദിച്ചതിന്, പുതിയ ഒരു പാത വെട്ടി തന്നതിന്. എന്തിനാണ് നമ്മൾ ഇവരെ MP മാരാക്കിയത്, MLAമാരാക്കിയത്, മന്ത്രിമാരാക്കിയത്? അവരുടെ ഔദാര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നാണ് നമ്മുടെ ബോധം, നമ്മുടെ ചിന്ത. ഇത് ഇവരുടെ തറവാട്ട് വക സ്വത്തല്ല എന്ന ബോധം നമുക്ക് എന്നാണ് ഉണ്ടാവുന്നത്? അന്നായിരിക്കും നമ്മുടെ വികസനം ഉണ്ടാവുക, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. ഈ രാജ്യത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഭരണകൂടത്തിന്റെ നെറ്റിക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ഒരു സമൂഹം എന്നാണോ ഉണ്ടാവുന്നത്, അന്ന് നമ്മൾ വികസിക്കും. അല്ലാതിരിക്കുമ്പോൾ നമ്മളെ ഒരു പുഴുവിന്റെ വില പോലും കൽപ്പിക്കില്ല. പണ്ടൊരു MP പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും.
വിമാനത്തിലെ 2ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, 2ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർ അവർ പശു ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്, കന്നുകാലി ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. വിമാനത്തിലെ 2ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർ, കന്നുകാലി ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർ. ഈ രാജ്യത്തെ 80% വരുന്ന ജനതയ്ക്ക് ആകാശത്തിന്റെ മേഘക്കീറുകൾ കീറിമുറിച്ച് പറന്നു പോകുന്ന ഈ യന്ത്രപ്പറവ ഹാവൂ എന്ന് പറയുന്ന ഒരു അത്ഭുത. അവരെക്കുറിച്ച് എന്ത് പറയും? അതാ ഞാൻ പറഞ്ഞത്, പുഴു, ചാണകത്ത് കടന്ന് പൊളയ്ക്കുന്ന പുഴുക്കൾ. ആ പുഴുക്കളുടെ സ്ഥാനം കൽപ്പിച്ചു നൽകുമോ? മൈസൂരിലേക്ക് പോയാൽ, ബാംഗ്ലൂരിലേക്ക് പോയാൽ, ഡൽഹിയിലേക്ക് പോയാൽ, ഹൈദരാബാദിലേക്ക് പോയാൽ, ഇന്ത്യയുടെ നഗരങ്ങളിൽ മുഴുവനും അതിന്റെ പിന്നാമ്പുറങ്ങളിൽ, ഈ മണിസൗധങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. കൂടുതൽ ദൂരേക്കൊന്നും പോകണ്ട, എല്ലാ നഗരങ്ങളുടെയും പിന്നാമ്പുറങ്ങൾ അങ്ങനെയാണ്. മനോഹരമായ ഒരു പാത വന്നാൽ, മനോഹരമായ ഒരു പുൽത്തകിടി വന്നാൽ 1000 പേരുടെ, 1000 മനുഷ്യമക്കളുടെ മുകളിലൂടെ വികസനത്തിന്റെ റോളർ ഉരുണ്ടിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പാർശ്വവൽക്കരിക്കപ്പെട്ട, മാർജിനൈസ് ചെയ്യപ്പെട്ട, പതിതരാക്കപ്പെട്ട, ഒരു കാലത്തും തിരിച്ചു വരാൻ കഴിയാത്ത കുഴിയിലേക്ക് ആപതിക്കപ്പെട്ട ഓരോ നിമിഷവും വലിയ ജനസഞ്ചയങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കെട്ട വികസന കാഴ്ചപ്പാടിന്റെ അനന്തരഫലമായിട്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? രാഷ്ട്രീയം പഠിക്കാത്ത രാഷ്ട്ര നേതൃത്വം ഉണ്ടാകുമ്പോൾ, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ് എന്നറിയാത്ത ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമ്പോൾ, അവർ നമുക്ക് നേതൃത്വം നൽകുമ്പോൾ അന്ന് സംഭവിക്കുന്നതാണ് ഇതെല്ലാം. നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുഴുവനും ഓരോന്നെടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. വെള്ളം, നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, വെള്ളം നമ്മുടെ മണ്ണിലെ, നമ്മുടെ പറമ്പിലെ, നമ്മുടെ കിണറിലെ നമ്മുടെ വെള്ളം അതിന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 50 കിണറുകളുടെ ഇടയിൽ ഒരു വലിയ കിണർ വന്നാൽ നമ്മുടെ 50 കിണറുകളിലെ വെള്ളം പോയ വഴി നമുക്ക് അന്വേഷിക്കേണ്ടതില്ല. അതിന്റെ ഇടയിൽ ഒരു വലിയ കുഴൽ വന്ന് അതിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്താൽ ഒരു പ്രദേശത്തിന്റെ വെള്ളം ഒന്നടങ്കം അസ്തമിക്കും. തൊട്ടടുത്താണ് ചേളാരി. IOCയുടെ ഗോഡൌൺ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ടാങ്കുകൾ നിറയ്ക്കുന്നതിന് വേണ്ടി വെള്ളം എടുക്കുന്നത് കൊണ്ട് ചേളാരിയുടെ പരിസര പ്രദേശത്തൊന്നും ജനങ്ങൾക്ക് വെള്ളം പഴയ പോലെ ലഭ്യമല്ല. എവിടെ ചെന്നാലും ഉള്ള പ്രശ്നങ്ങൾ ഇതാണ്. വെള്ളം കിട്ടാത്തത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നാണ് വരുന്നത്. 44 ഡിഗ്രിയിലാണ് അവിടെ ചൂട് കത്തി നിൽക്കുന്നത്. ജനങ്ങൾ എരിപൊരി കൊള്ളുകയാണ്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഒരു കുടം തലയിൽ വെച്ച് ദീർഘദൂരം നടന്നു പോകുന്ന ഉമ്മമാരെ കാണാം, അമ്മമാരെ കാണാം, നമ്മുടെ സഹോദരിമാരെ കാണാം. കാണാൻ കണ്ണുണ്ടാവണം. ഇലക്ട്രോണിക്സ് ഡിവൈസിൽ കണ്ണ് പൂഴ്ത്തി വെച്ചാൽ ആ കാഴ്ച കാണാൻ കഴിയില്ല. അവിടെ നിന്ന് ഉയരുന്ന ദീനമായ രോദനങ്ങൾ കേൾക്കാൻ ചെവിയുണ്ടാവണം. ചെവിക്ക് ഈ അടപ്പ് വെച്ചാൽ ഈ രോദനങ്ങളൊന്നും കേൾക്കില്ല. തുറക്കാത്ത കണ്ണുകൊണ്ട്, ഒട്ടും കേൾക്കാത്ത ചെവി കൊണ്ട് പരിസരം നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. നമ്മുടെ വെള്ളം എങ്ങനെയാ മാർക്കറ്റിലെത്തിയത്? അതിനാരാണ് വിലയിട്ടത്? എന്നു മുതലാണത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് വാങ്ങേണ്ടി വന്നത്? ഒരു ദിവസം കേരളീയർ 75 ലക്ഷം ലിറ്റർ വെള്ളം മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. 7.5 കോടി രൂപ നമുക്ക് ഇന്ന് വെള്ളം വാങ്ങാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതാണ് നേരത്തെ ജലീൽ സഖാഫി പറഞ്ഞത്. 60 ലക്ഷം ലിറ്റർ വെള്ളം ഒരു നേരം കേരളീയർ കുടിക്കുന്ന വെള്ളം അതുപയോഗിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ജനതയെ അധിക്ഷേപിച്ചുകൊണ്ട്, അവമതിച്ചുകൊണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ട്, നിങ്ങളൊരു മനുഷ്യർ പോലും അല്ല എന്ന് അവഗണിച്ചുകൊണ്ട് വളരെ കുറച്ചു പേർക്ക്, ഇവിടുത്തെ കോർപ്പറേറ്റഡ് കുത്തക മുതലാളിമാർക്ക് വിനോദത്തിലൂടെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഭരണകൂടം വെള്ളം കൊണ്ട് നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ചോദിക്കാൻ, പറയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്നാണ് ശക്തി ഉണ്ടാവുക എന്നത് തന്നെയാണ് പ്രധാനം. കോടതി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ വെള്ളത്തിൽ പൊറുതിമുട്ടുകയാണ് വെള്ളത്തിന്. ആ സമയത്തെങ്കിലും ലാത്തൂരിലെ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഭരണകൂടം എത്ര നിസ്സാരമായിട്ടാണ്, എത്ര ലളിതമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നതെന്ന് നമ്മളൊന്ന് നോക്കിയേ. അവിടെ കലാപം നടക്കുകയാണ്. 144 പ്രഖ്യാപിക്കുകയാണ് ഭരണകൂടം. എത്ര ദിവസമായി? ഇന്നും അവിടെ 144 നിലനിൽക്കുകയാണ്. ലാത്തൂരില് വെള്ളം വിതരണം ചെയ്യുന്ന സമ്പ്രദായം, അതിനെതിരെ ജനങ്ങൾ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി. അടുത്ത ഘട്ടം വരാനിരിക്കുന്ന യുദ്ധം വെള്ളത്തിന് വേണ്ടിയാണത്രേ. എങ്കിൽ നമ്മുടെ വെള്ളം നമ്മുടേതാവണമെങ്കിൽ ഈ മാർക്കറ്റിൽ നിന്ന് ഈ കുപ്പിവെള്ളങ്ങൾ നിരോധിക്കാൻ കഴിയണം. നമ്മുടെ പരിസരത്ത് കൊക്കോകോളയും പെപ്സി കോളയും സമാനമായ രീതിയിലുള്ള കോർപ്പറേറ്റഡ് കുത്തക മുതലാളിമാരുടെ ഈ വെള്ള ചൂഷണം, ഈ വെള്ള വിൽപ്പന അത് നിർത്തണം. നമുക്ക് ഒന്നടങ്കം പറയാൻ കഴിയുമോ? ഈ തെരുവിൽ വെള്ളം മാർക്കറ്റിൽ വിൽപ്പന നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. ഇന്നലെ വരെ നമ്മുടെ പൂർവികർ ഈ വെള്ളം കുടിച്ചത് വില കൊടുത്തിട്ടില്ല. ഒട്ടും നിവൃത്തിയില്ല എങ്കിൽ വെള്ളം കുടിച്ചിട്ടെങ്കിലും ജീവൻ നിലനിർത്താമായിരുന്നു. ഇതാണോ ഭരണകൂടം ചെയ്യേണ്ടത്? ഇതാണോ നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന
വികസനം എന്ന് പറയുന്നത് നമ്മൾ നാളെ റേഷൻ കടയിൽ പോയി ക്യൂ നിന്ന് ക്യാനിൽ ലിറ്റർ വെള്ളം അതും വാങ്ങി തിരിച്ചു പോരേണ്ടി വരും. ആ ഒരു ദുരവസ്ഥയിലേക്കാണ് കാര്യം പോകുന്നത്. ഇതിനെയാണ് ഭരണകൂടം വികസനം എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും. നിങ്ങൾ അങ്ങനെ ഒരു ആലോചനയിലേക്ക് വരും. ഈ രാജ്യത്തെ ജനങ്ങൾ, വിശേഷിച്ചും യുവത്വം, വിദ്യാർത്ഥിത്വം, മാറ്റത്തിന്റെ കുഴലൂതേണ്ടവർ ഏത് കാലത്തും വിദ്യാർത്ഥിത്വമാണ്, യൗവനമാണ്. ലോകത്ത് നടന്ന എല്ലാ വിപ്ലവങ്ങളുടെയും പിറകിലേക്ക് നിങ്ങൾ പരിശോധിക്കുക. അവിടെ ഏറ്റവും മർമ്മപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ലോകത്തെ വിദ്യാർത്ഥിത്വം, യുവത്വം. അതുകൊണ്ട് യുവത്വത്തിന്റെ ഉണർവിനെ, വിദ്യാർത്ഥിത്വത്തിന്റെ ഉണർവിനെ ഭരണകൂടത്തിന് ഭയമാണ്. അതുകൊണ്ടാണ് JNUവിൽ കനയ്യകുമാരന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ നടക്കുന്ന രാഷ്ട്രീയ ബോധം, അതിൽ നിന്ന് ഉരുവം പ്രാപിക്കുന്ന മൂർച്ചയുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യശരങ്ങളേറ്റ് നെഞ്ചുപടയുമ്പോ വേറെ നിവൃത്തിയില്ല. ഭീകരമുദ്ര ചാർത്തി ജയിലഴിക്കുള്ളിൽ അടയ്ക്കപ്പെടേണ്ടവരാണ് ക്യാമ്പസിൽ നിന്നും ചോദ്യങ്ങൾ ഉയർത്തുന്നവർ, ചോദ്യങ്ങൾ ചോദിക്കുന്നവർ. എത്ര കൃത്യമാണ് കാര്യങ്ങൾ. കനയ്യകുമാർ, എന്താണ് കനയ്യകുമാരന്മാർ ഡൽഹിയിൽ ചെയ്തത്? ക്യാമ്പസിനകത്ത് എന്ത് ഭീകരവാദമാണ് അവർ നടത്തിയത്? അവരുടെ കയ്യിലുള്ള AK-47 റൈഫിൾ, ആ ചിത്രം ഒന്ന് കാണിച്ചു തരണം നമ്മുടെ മാധ്യമങ്ങൾ, ഭരണകൂടങ്ങൾ. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് ഭരണകൂടത്തിന് ഇത്രമാത്രം ഭീതി? എന്തുകൊണ്ടാണ് ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ മുഴുവനും ചുവന്ന ഭീകരവാദികളോ മതഭീകരവാദികളോ ദേശവിരുദ്ധരോ ആവുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ചോദിച്ചേ മതിയാവൂ. ഒരു കാര്യം ഉറപ്പാണ്, ഏത് സ്വേച്ഛാധിപത്യ ശക്തികൾക്കും, ഏത് ഭരണകൂടത്തിനും, ഏത് ചങ്ങലക്കെട്ടുകൾ കൊണ്ടും ബന്ധിപ്പിക്കാൻ പറ്റുന്നതല്ല ഉണർന്നിരിക്കുന്ന യൗവനബോധം, ഉണർന്നിരിക്കുന്ന വിദ്യാർത്ഥി ബോധം. ഏത് ചങ്ങലക്കെട്ടുകളെയും പൊട്ടിച്ചെറിഞ്ഞ് അത് പുറത്തേക്ക് വരും. തീർച്ച, കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. സംഭവിക്കാതെ ഇരിക്കില്ല. ഏത് ഭരണകൂടവും ഭയപ്പെടേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഭാവിയുടെ ഒരു ശരിയായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു യൗവനം, ഒരു വിദ്യാർത്ഥിത്വം ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാതിരിക്കുമ്പോൾ, വിദ്യാഭ്യാസ രംഗത്ത് കാഴ്ചപ്പാടില്ലാതെ വരുന്നു. ഈ സർവകലാശാലകൾ, നമ്മുടെ ഭരണകൂടം എന്ന് പറയുമ്പോൾ ഡൽഹിയിലേക്ക് മാത്രം നോക്കേണ്ട, മാറി മാറി ഭരിച്ച നമ്മുടെ കേരളീയ ഭരണ നേതൃത്വത്തെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും. എന്തുകൊണ്ട് ഡൽഹിയെ പോലെ, ഹൈദരാബാദിലെ പോലെയുള്ള സർവകലാശാലകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നില്ല? എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ട് JNUവിൽ അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ മനോഹരമായ ഒരു രാഷ്ട്രീയ ആവിഷ്കാരം നടക്കുന്ന ക്യാമ്പസുകൾ ഉണ്ടാവുന്നു? എന്താണ് അതിന്റെ കാരണം? കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ബാന്ധവത്തിൽ കുടുങ്ങിപ്പോയ സാരഥികളല്ല ഈ സർവകലാശാലകൾക്ക് നേതൃത്വം നൽകുന്നത്. നമ്മുടെ സർവകലാശാലകൾക്കോ ഒരു നിലവാരവുമില്ലാത്ത, പലപ്പോഴും ഒരു വിദ്യാഭ്യാസവും വിവരവും കാഴ്ചപ്പാടും സാമൂഹ്യബോധവും രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത ഈ പ്രധാനികളെയാണ് നമ്മുടെ സർവകലാശാലകളുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഇരുത്തുന്നത്. അതുകൊണ്ട് ക്യാമ്പസിനകത്തും നമുക്കിന്ന് രാഷ്ട്രീയം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. 18 വയസ്സ് വോട്ടവകാശമുണ്ട്. 18 വയസ്സ് നിങ്ങൾ രാഷ്ട്രീയം പറയരുത്, നിങ്ങൾ രാഷ്ട്രീയമായി ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല. കക്ഷി രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുണ്ട് എന്നറിയാം, അത് അവഗണിച്ചുകൊണ്ടല്ല പറയുന്നത്. സഖാവ് EMS ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വാലായി പ്രവർത്തിക്കേണ്ടവരല്ല ഇവിടുത്തെ ക്യാമ്പസ് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ. സഖാവിന്റെ പാർട്ടിക്ക് അതിന് കഴിയുന്നുണ്ടോ എന്നത് അതിനേക്കാൾ വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ പാർട്ടിക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. ക്യാമ്പസുകളിൽ രാഷ്ട്രീയാന്ത്യം ബാധിച്ച, കക്ഷി രാഷ്ട്രീയ ആന്ത്യം ബാധിച്ച ഒരു തലമുറയെയല്ല ഉൽപ്പാദിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു വന്നതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോ ഭരിക്കുന്നവരുടെ എതിർ പാർട്ടിയിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾക്ക് തല്ലിത്തകർക്കാനുള്ളതാണ് നമ്മുടെ KSRTCയും നമ്മുടെ പൊതുമുതലും. അവിടെയാണ് വിഷയമുള്ളത്. നിർമ്മാണാത്മകമായ ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്താണ്? അത് ഈ രാജ്യത്തെ ചൊല്ലിയുള്ളതാണ്, ഈ രാജ്യത്തിന്റെ വികസനത്തെ ചൊല്ലിയുള്ളതാണ്, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ നിവർത്തിക്കുന്നതിന് ചൊല്ലിയുള്ളതാണ്, പുതുതലമുറയെ രൂപപ്പെടുത്തുന്നതിന് ചൊല്ലിയുള്ളതാണ്, അവരുടെ വിദ്യാഭ്യാസത്തെ, പാർപ്പിടത്തെ, അവരുടെ ജീവിതത്തെ, ഇതിനെയൊക്കെ ചൊല്ലിയുള്ള ഏറ്റവും ക്രിയാത്മകമായ ഇടപെടലിനെയാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിയാതിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെയുള്ള ഏത് ഭരണകൂടത്തിനും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ പലതായിട്ട് വിഭജിക്കുക. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, പാർട്ടിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശത്തിന്റെ പേരിൽ, ദേശീയതയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ വിഭജനം. പശു പണ്ട് നമുക്ക് പാല് തരുന്ന ഒരു പാവം ജീവിയായിരുന്നു. ഇന്ന് പശു നമുക്ക് 2 കൊമ്പുള്ള അല്ല, 2 തേറ്റപ്പല്ലുകളുള്ള ഒരു ഹിംസ്രജന്തുവായി ഈ രാജ്യത്തെ
വലിയൊരു ജനവിഭാഗം ഭീതിയോടുകൂടി അർദ്ധരാത്രിയിൽ സ്വപ്നം കണ്ടുണരുന്ന ഏറ്റവും ക്രൂരമായ ഒരു ജന്തുവായി രൂപപരിണാമം സംഭവിച്ചിരിക്കുന്നു പശുവിന്. എന്തിന്? ഏത് മതത്തിന് വേണ്ടി? നമ്മൾ ആലോചിക്കണം. രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്ന് മുതലാണ് നമ്മുടെ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായത്? ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പ് വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പും ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും ഇന്ത്യയിൽ മറ്റ് മതവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ വർഗീയ കലാപങ്ങൾ എന്ന് നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മതത്തിന് വേണ്ടിയല്ല, ഹിന്ദു മതത്തിന് വേണ്ടിയല്ല. ഹിന്ദു മതഭക്തരൊന്നും ആയുധമെടുക്കുന്നവരും അന്യമതസ്ഥവരെ കൊലവിളി നടത്തുന്നവരും അല്ല. നമ്മള് കേരളീയർ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി, നമ്മുടെ വീട്ടിലെ വിരുന്നുകാരായി, അവരുടെ വീട്ടിലെ വിരുന്നുകാരായി നമ്മൾ എത്രമാത്രം ഈ ഹിന്ദു മതസ്ഥരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതത്തിനും വേണ്ടിയല്ല നമ്മൾ വർഗീയമായി ചേരിതിരിഞ്ഞിരിക്കുന്നത്. അധികാരം നേടാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ കുറുക്കുവഴികളായി മതത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മൾ പകുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് നമ്മൾ ആയുധമണിയും, കൊമ്പുകുലുക്കും, പരസ്പരം ഗളച്ഛേദം നടത്തും. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഈ ഹരിതപ്പെട്ടെടുത്ത ഈ മണ്ണ്, ഈ ഭൂമി അത് ചെഞ്ചായമണിയട്ടെ, നമ്മുടെ നദികൾ മുഴുവനും ചോരപ്പുഴ ഒഴുകട്ടെ. ഇവിടെ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ കബന്ധങ്ങൾ കൊണ്ട് നമുക്ക് വലിയൊരു ഗോപുരം പണിയാം. ലോകഭൂപടത്തിൽ ഇന്ത്യ മനുഷ്യ കബന്ധങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നിവർന്നു നിൽക്കുന്ന ഒരു രാജ്യമായി ഉയർന്നു നിൽക്കട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നു. ഹിന്ദുവിന്റെ പ്രശ്നം തീർന്നു, മുസ്ലിമിന്റെ പ്രശ്നം തീർന്നു, നമ്മുടെ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങളും തീർന്നു, നമ്മുടെ വിശപ്പ് മാറി, നമ്മുടെ ദാരിദ്ര്യം അകന്നു, ഇന്ത്യ വികസിച്ചു, ഇന്ത്യ വളർന്നു. സമാധാനിക്കാം. എങ്കിൽ നമുക്ക് ആ വഴിയാണ് നല്ലത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളെ പലതായി പകുക്കുന്നതിന്റെ പിറകിൽ ഒരു സമ്പന്ന ലോബിയുടെ ഒരു മുതലാളിത്ത താല്പര്യങ്ങൾ കൂടിയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമാണ് ഇന്ന് അമേരിക്ക. അമേരിക്കയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് രണ്ടാണ്. ഒന്ന് ഔഷധ നിർമ്മാണം, അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ലോകത്ത് ആരോഗ്യകരമായ ക്രൂരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ ചൊല്ലി നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ നിൽക്കട്ടെ. ആയുധ നിർമ്മാണം. എന്താണ് ആയുധം നിർമ്മിക്കുന്നവരുടെ താല്പര്യം? ലോകത്ത് മുഴുവനും സമാധാനം ഉണ്ടായാൽ ഈ ആയുധം ആർക്ക് വേണം? നമ്മൾ ഹിന്ദുവും മുസ്ലിമും കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ചിരുന്നാൽ അവിടെ ആയുധത്തിന്റെ ഒരു ആവശ്യമില്ല. ഇന്ത്യയും പാകിസ്ഥാനും തോളിൽ കൈയിട്ടിരുന്നാൽ പിന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ആയുധം വേണ്ട. നമ്മുടെ ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ പരസ്പരം സൗഹൃദത്തിലായാൽ ഈ രാജ്യങ്ങൾക്കൊന്നും ആയുധത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. ആയുധം നിർമ്മിക്കുന്നവർക്കൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം ആയുധം കച്ചവടം ചെയ്യലാണ്. അത് ഇന്ന് വളരെ മനോഹരമായി നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ GDP-യുടെ 60% ചെലവഴിക്കുന്നത് ഈ ആഭ്യന്തര സജ്ജീകരണത്തിന്, നമ്മുടെ പ്രതിരോധ ആവശ്യത്തിന്, സായുധമായ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇത് ഇന്ത്യയുടെ മാത്രമല്ല, പാകിസ്ഥാന്റെ അവസ്ഥ അങ്ങനെയാണ്. നമ്മുടെ വികസനത്തിന്, രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണം അത് ചെലവഴിക്കപ്പെടുന്നത് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ പരസ്പരം ആയുധമണിയണമെന്നത് ഈ മുതലാളിത്ത താല്പര്യം കൂടിയാണ്. ഈ താല്പര്യത്തിന് കൂടിയാണ് നമ്മൾ അരുനിന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വിവരമില്ല, നമ്മൾ മന്ദബുദ്ധികളാണ്, നമ്മൾ പമ്പര വിഡ്ഢികളാണ് എന്ന് ഈ പറയുന്ന രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്വാഭാവികമായും ഈ താല്പര്യാർത്ഥം പ്രവർത്തിക്കുന്നവരും അധികാര താല്പര്യാർത്ഥം പ്രവർത്തിക്കുന്നവരും അവരുടെ മത താല്പര്യം അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള താല്പര്യമാണ്. ആ താല്പര്യത്തെ മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടായി വരും. ആ രാഷ്ട്രീയമാണ് നമ്മളോട് പലതും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മിണ്ടിപ്പോവരുത് എന്ന് പറയുക. മിണ്ടിപ്പോവരുത് എന്ന് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കലല്ല രാഷ്ട്രീയ ബോധം, വാചാലമായി സംസാരിക്കലാണ് രാഷ്ട്രീയ ബോധം. നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറയുക, നിങ്ങൾ ഇന്നതേ തിന്നാവൂ എന്ന് പറയുക, നിങ്ങളുടെ അടുക്കളയിൽ വേവുന്നത് പരിശോധിക്കാനും വേണ്ടി വന്നാൽ നിങ്ങളുടെ രുചിയെ പരിശോധിക്കാനും നിങ്ങളുടെ രുചി രസനയെ നിഷേധിക്കാനും നിങ്ങളുടെ ജീവൻ എടുക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറയുക. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണം എന്ന് പറയുക. എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ കി ജയ് എന്ന് വിളിച്ചുകൂടാ? അതവിടെ നിൽക്കട്ടെ. ഭാരത് മാതാ കി ജയ് ആണോ, ഹിന്ദുസ്ഥാൻ കി ജയ് ആണോ, ഇന്ത്യ ജയിക്കട്ടെ എന്നാണോ എന്ന ചർച്ച അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് വളരെ വിനീതമായി രാംദേവുമാരോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചില്ലെങ്കിൽ 1,00,000 പേരുടെ തലയറുക്കുമെന്ന് പറയുന്ന രാംദേവുമാരോട്, ദേശീയതയുടെ വക്താക്കളോട് ലളിതമായ ഒരു ചോദ്യം ഇങ്ങനെയാണ്. ഭാരതം മാതാവ്,
ഈ രാജ്യം നമ്മുടെ മാതാവാണ്. ഈ മാതാവിന്റെ മടിത്തട്ടിൽ പിറന്നു വീണവരൊക്കെ ഈ ഭാരതത്തിന്റെ പുത്രന്മാരാണ്. ഞാൻ ചോദിക്കുന്ന ലളിതമായ ചോദ്യം ഇതാണ്: ഇന്ത്യ രാജ്യത്തിന്റെ ഈ മടിത്തട്ടിൽ പിറന്നു വീണ ഒരു മനുഷ്യൻ, അവൻ മുസ്ലിമാണെങ്കിൽ, അവൻ ക്രിസ്ത്യാനിയാണെങ്കിൽ, അവൻ ദളിതനാണെങ്കിൽ, അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ, അവൻ ഇന്ത്യക്കാരനാണോ എന്നത് തീർപ്പ് കൽപ്പിച്ചിട്ട് മതി നമുക്ക് ദേശീയതയുടെ അടയാള മുദ്രാവാക്യം എന്താണെന്ന് തീരുമാനിക്കാൻ. രാംദേവ്മാരുടെ വിചാരധാര പ്രകാരം ഈ രാജ്യത്ത് പിറന്നു വീഴുന്ന മുഴുവൻ മനുഷ്യരും അവർ ഇന്ത്യക്കാരാണോ? ഇത് തിരിച്ചറിയാത്ത കുറെ പടുവിഡ്ഢികൾ ഉണ്ടാകുമ്പോഴാണ് ഈ രാംദേവ്മാർക്ക് ജയ് വിളിക്കുന്നത്. അവരാണ് രാജ്യത്ത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവരെ വിഡ്ഢികളാക്കി ഇങ്ങനെയുള്ള ചിലർ അധികാരം കൊയ്യുകയാണ്. ഈ കലാപങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയും അവർക്ക് ഒരു പുരോഗതി ഉണ്ടാവുന്നില്ല. അവരുടെ ജീവിത നിലവാരത്തിൽ ഒരു വളർച്ചയുണ്ടാവുന്നില്ല. പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കലാണോ നമ്മളൊക്കെ സ്വപ്നം കാണുന്നത്? അതുകൊണ്ട് ഏത് നേതൃത്വം ഏത് കുടിലതന്ത്രങ്ങൾ പ്രയോഗിച്ചു വന്നാലും അതിനെ ചെറുക്കാനും ചോദ്യം ചെയ്യാനും തിരുത്തെഴുതാനും പ്രബുദ്ധരായ ഒരു ജനത തീർച്ചയായും നമ്മുടെ രാജ്യത്തുണ്ടാവേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഒരു എതിർവശം കൂടി പറയേണ്ടതുണ്ട്. തീർച്ചയായും ഇസ്ലാമിന്റെ പേരിൽ ഈ ഫാഷിസത്തെ പ്രതിരോധിക്കാൻ ഒരു പ്രതിഫാഷിസവുമായി കടന്നുവരുന്ന ഇവിടുത്തെ മതരാഷ്ട്രീയത്തിന്റെ വക്താക്കൾ നേരത്തെ ഇവിടെ തുറവതങ്ങൾ വളരെ കൃത്യമായി പ്രതിപാദിക്കുകയുണ്ടായി. ഇസ്ലാം എത്ര മനോഹരമായ മതം, മുസ്ലിം എത്ര സമാധാനപൂർവ്വം ഈ ലോകത്ത് ജീവിക്കുന്നു, അതായിരുന്നു ഇന്നലെ വരെ. ഇന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് എല്ലാ തിന്മകളുടെയും പര്യായമായി വായിക്കപ്പെടുന്നു. ആരാണ് ഇതിന്റെ പിറകിൽ? ഏറ്റവും ക്രൂരതയുടെ, നികൃഷ്ടതയുടെ, നൃശംസതയുടെ പര്യായമായി എങ്ങനെയാണ് ഇസ്ലാം മാറിയത്? ആരാണ് യഥാർത്ഥത്തിൽ അതിന്റെ പിറകിൽ? നേരത്തെ പറഞ്ഞ ആയുധ ലോബിയുടെ ഒരു താല്പര്യമുണ്ട്, സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൽ ചെന്ന് വീഴുന്നത് ആരാണ്? മന്ദബുദ്ധികളായ, മതം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന, അധികാര താല്പര്യങ്ങളുള്ള, സ്വാർത്ഥ താല്പര്യങ്ങളുള്ള, അറിവില്ലാത്ത, ദീനിനെ കുറിച്ചറിയാത്ത, ഇസ്ലാമിനെ കുറിച്ചറിയാത്ത ചില അല്പജ്ഞാനികളാണ് എല്ലായിടത്തും ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരും ഇതേപോലെ ചട്ടുകങ്ങളാണ്. ആ ചട്ടുകങ്ങളെയും തീർച്ചയായും നമുക്ക് തിരുത്തേണ്ടതുണ്ട്. ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഭീകരവാദ സംഘടന ഇബ്നു അബ്ദുൽ വഹാബിന്റെ അൽ ഇഖ്വാനാണ്. അൽ ഇഖ്വാന്റെ ആദ്യത്തെ ഭീകരാക്രമണം നടന്നത് അത് മുസ്ലിം വിരുദ്ധർക്ക് നേരെയല്ല, മുസ്ലിമീങ്ങൾക്ക് നേരെയാണ്. വിശുദ്ധ കഅബാലയത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമിന്റെ ഗളച്ഛേദം നടത്തിയിട്ടാണ് ഈ ഭീകരവാദ സംഘടന അതിന്റെ തേരോട്ടം ആരംഭിച്ചത്. തൊട്ടിലിൽ താരാട്ടുകേട്ടിറങ്ങിയ പിഞ്ചിളം പൈതലിന്റെ ഹൃദയം കീറിമുറിച്ച് അവിടുന്നാണ് ഈ ഭീകരവാദ സംഘടന അതിന്റെ ഊർജം സംഭരിച്ചത്. ചരിത്രം വിശാലമാണ്. ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഭീകരവാദ സംഘടനകളുടെയും ഉറവിടം ഇബ്നു അബ്ദുൽ വഹാബാണ്, മൗദൂദിയാണ്, സയ്യിദ് കുത്തുബാണ്, ഹസനുൽ ബന്നയാണ്. ഇത് നമ്മൾ പറയുന്നതല്ല. ലോകം ഒന്നടങ്കം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വഹാബിസം സമം ടെററിസം. ആർക്കാ സംശയമുള്ളത്? സൗദി അറേബ്യ പോലും പാഠപുസ്തകങ്ങൾ നിരോധിച്ചുകൊണ്ടിരിക്കുന്നു. മൗദൂദിയുടെ പാഠപുസ്തകങ്ങളെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് പുറത്തിട്ട് തീയിട്ടുകൊണ്ടിരിക്കുന്നു, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭരണകൂടവും ഈ വഹാബി സിദ്ധാന്തങ്ങളെ, മൗദൂദിയൻ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഇതാണെന്ന് തിരിച്ചറിയുന്നു. ഒടുവിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന IS-ന്റെ പിറകിൽ പോലുമുള്ളത് ഈ വഹാബി ആശയമാണ്. ആ ആശയത്തെ ചെറുത്തു തോൽപ്പിക്കുന്നു കേരളത്തിൽ, ഇന്ത്യയിൽ, ഇവിടുത്തെ വിജഗീഷുക്കളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ. അതുകൊണ്ട് തന്നെ ഈ നേതൃത്വം ഈ രാഷ്ട്രീയ മോഹികളുടെ, ഈ അധികാര താൽപര്യാർത്ഥം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതരാഷ്ട്രീയവാദികളുടെ എക്കാലത്തെയും ശത്രുവാണ്. അതാണ് നമ്മൾ ദമാസ്കസിൽ കണ്ടത്. സയ്യിദ് റമലാൻ ബൂത്തി എന്ന് പറയുന്ന വിഖ്യാതനായ പ്രശസ്തനായ പണ്ഡിതൻ, ഏതാണ്ട് 60ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തെ 40ഓളം ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി പള്ളിക്കകത്ത് വെച്ച് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഷാഫി മദ്ഹബ് വിശ്വാസിയായ, ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന വിഖ്യാതനായ സയ്യിദ് റമലാൻ ബൂത്തിയെ പള്ളിക്കകത്ത് വെച്ച് അദ്ദേഹത്തെ ശിഷ്യന്മാരെയും അതിക്രൂരമായി വധിച്ചത് എന്തായിരുന്നു കാരണം? സയ്യിദ് റമലാൻ ബൂത്തി ചെയ്ത വിന എന്താണ്? അദ്ദേഹം ചെയ്തത് ആത്മഹത്യാ സ്ക്വാഡുകൾ ഇസ്ലാമികമല്ല. ബോംബ് സ്ക്വാഡ് മൂലം മരിച്ചു വീഴുന്നവന് രക്തസാക്ഷി പരിവേഷം കൽപ്പിക്കാൻ വയ്യ.
ഈ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കലാപങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സായുധധാരികളായ IS-കാർ, ജമാഅത്തെ ഇസ്ലാമി ആശയം പേറുന്നവർ, മൗദൂദി സിദ്ധാന്തത്തിന്റെ വക്താക്കൾ, സയ്യിദ് കുത്തുബിന്റെ അനുയായികൾ, ഹസനുൽ ബന്നയുടെ വഹാബി സൃഷ്ടികൾ, അവർ ഇസ്ലാമികമല്ല എന്ന് ആധികാരികമായി പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ അവകാശമില്ലെന്ന് അവർ തീർപ്പ് കൽപ്പിച്ചു. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ ഭീകരവാദ സംഘടനകളുടെ മുഴുവൻ പ്രവർത്തന രീതി നിങ്ങൾ പരിശോധിക്കുക. അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ രീതിയിലാണ്. പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ഖായിദയിൽ നിന്ന് വേർപെട്ടു പോന്ന് എന്നിട്ട് ജബഹത്തുൻ നുസ്ര എന്ന പേരിൽ മറ്റൊരു സംഘടനയുണ്ടാക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ 100ഓളം സംഘടനകൾ ഉണ്ടാക്കുന്നു. ഈ ഭീകരവാദ സംഘടനകൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? മതം നിർമ്മിക്കാൻ, മതരാഷ്ട്രം നിർമ്മിക്കാൻ, ഇസ്ലാമിനെ പുനർനിർമ്മിക്കാൻ വേണ്ടി ആയുധമണിഞ്ഞവരെങ്ങനെയാണ്, ഒരേ ആശയത്തിൽ പ്രവർത്തിക്കുന്നവരെങ്ങനെയാണ് പരസ്പരം ആയുധമെടുത്ത് കൂട്ടക്കുരുതികൾ നടത്തുന്നത്? താല്പര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഖ്ബറകളെ മുഴുവനും തകർക്കുക, പുണ്യകേന്ദ്രങ്ങളെ മുഴുവനും തകർക്കുക, സൂഫി കേന്ദ്രങ്ങളെ മുഴുവനും തകർക്കുക, പാരമ്പര്യ മതവിശ്വാസികളെ തകർക്കുക, പാരമ്പര്യ മതവിശ്വാസികൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ നശിപ്പിക്കുക. അതാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. സമാനം. സൗദി അറേബ്യയുടെ അധികാരം കിട്ടിയാൽ ആദ്യമായി വിശുദ്ധ റൗള ഷരീഫ് തകർക്കുമെന്ന് പറഞ്ഞ നാവിന്റെ ഉടമകൾ ആരാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മുടെ നിലമ്പൂരിലെ നാടുകാണിച്ചുരത്തിലെ മഖ്ബറകൾ തകർക്കാൻ കോപ്പുകൂട്ടിയിറങ്ങിയവർ ആരാണ് എന്നും നിങ്ങൾക്കറിയുമായിരിക്കും. പാരമ്പര്യ മതവിശ്വാസികളെ അതിനികൃഷ്ടമായ രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നവരും ആരാണ് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മതി. രാംലീല മൈതാനത്തെ ഡൽഹിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഉള്ളിൽ അതിശക്തമായി ഈ രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും നേടിയെടുക്കും വരെ ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ അവകാശം അത് അനുവദിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ഗർജിച്ച കേരളത്തിന്റെ അഭിമാനം, നമ്മുടെ തേജപുഞ്ചം, പണ്ഡിത നേതൃത്വം, വന്ദിരായ ഉസ്താദിനെ എന്ത് വാക്കുപയോഗിച്ചാണ് ഈ പത്രങ്ങൾ, ഈ ആശയധാരയുടെ പത്രങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം നിരീക്ഷിച്ചാൽ മതി. അങ്ങനെയുള്ള പണ്ഡിതന്മാരെ കാവി പണ്ഡിതന്മാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാവരും തുല്യരാണ്. ഇവിടുത്തെ വഹാബികൾക്ക് ഒരു ശബ്ദമാണ്, ഇവിടുത്തെ മൗദൂദികൾക്ക് ഒരു ശബ്ദമാണ്, കൈവെട്ട് മൗദൂദികൾക്കും ഒരേ ശബ്ദമാണ്. ഈ ആശയ സ്രോതസ്സുകൾ ചെന്നുമുട്ടുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ തേജോവധം നടത്തിക്കൊണ്ടിരിക്കുന്നു? കാരണം ലളിതമാണ്, നിസ്സാരമാണ്. ഈ രാഷ്ട്രീയ ഇസ്ലാമിന് വേരോട്ടം ലഭിക്കുന്ന ഒരു വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കാൻ ആവതും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ, ഇന്ത്യയിലെ തലയെടുപ്പുള്ള ദിഷണാശാലികളായ, പാണ്ഡിത്യത്തിന്റെ ഉടമകളായ, പ്രഗത്ഭമതികളായ ഈ സമൂഹം മുഴുവനും ആ നേതൃത്വത്തിന്റെ കീഴിൽ സുരക്ഷിതരാണ് എന്ന ബോധ്യമുള്ള പണ്ഡിത നേതൃത്വം ഇവിടെ ഉണ്ടാവുമ്പോൾ കഴഞ്ചും മുന്നോട്ട് പോവാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും വ്യക്തിഹത്യ നടത്തിയല്ലാതെ നിവൃത്തിയില്ല. ജനങ്ങളുടെ മനസ്സിൽ പകയുണ്ടാക്കാൻ, വിദ്വേഷം ഉണ്ടാക്കാൻ, വെറുപ്പുണ്ടാക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളെ തീറെഴുതി കൊടുത്ത് അധികാര താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവിടുത്തെ പണ്ഡിതന്മാരെന്ന മുറവിളി കൂട്ടിക്കൊണ്ടത് ഈ സമൂഹത്തിന് മുമ്പിൽ എതിർപ്പ് രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ധർമ്മപ്പട ഒരിഞ്ചും നിങ്ങളെ മുന്നോട്ട് പോവാൻ അനുവദിക്കില്ല. തീർച്ച. അതിനു മാത്രം ഞങ്ങൾ ശക്തരാണ്. ഞങ്ങൾക്ക് കാര്യങ്ങൾ ശരിയാവണ്ണം നിരീക്ഷിച്ചറിയാൻ കഴിയും. എന്തുകൊണ്ട് എന്ന മർമ്മപ്രധാനമായ ചോദ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. സൗദി അറേബ്യയിലേക്ക് നരേന്ദ്രമോദി ചെന്നപ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആചാര്യന്മാർ അവർ കൈകൂപ്പി നിന്ന് സ്വീകരിച്ചു? അതെന്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ വോട്ട് തീരെഴുതി കൊടുക്കാനുള്ള ഏർപ്പാടാവുന്നില്ല? മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങൾ അവിടെ വെച്ച് രൂപപ്പെടുത്തിയ രഹസ്യധാരണ എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ കഴിയണം. അത് കഴിഞ്ഞിട്ട് മതി കാവി പാണ്ഡിത്യത്തിന്റെ അവരുടെ രഹസ്യ അജണ്ടകളെക്കുറിച്ച് ചുഴിഞ്ഞന്വേഷിക്കാൻ. ധാർമ്മികമായി നിങ്ങൾക്കതിന് അവകാശമില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിനെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വിശ്വാസികളായ, വിശേഷിച്ചും ഈ സമൂഹത്തിന്റെ രജത നക്ഷത്രങ്ങളായ, ഉജ്ജ്വല ജ്യോതിസുകളായ ഈ യുവതലമുറയ്ക്ക് ഏറെ ചെയ്യാനുണ്ട്. നമ്മളിലൂടെയാണ്, പ്രതികാരത്തിലൂടെയല്ല, പ്രത്യാക്രമണങ്ങളിലൂടെയല്ല, സായുധമായ സംഘടനകളിലൂടെയല്ല, ഇസ്ലാം, മനോഹരമായ ഇസ്ലാമിന്റെ ഈ സന്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുക, നമ്മുടെ ജീവിതത്തിലൂടെ പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാവുക.
അങ്ങനെ ഇസ്ലാമിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കാൻ സത്യസന്ധമായ, ധാർമ്മികമായ, ഏറ്റവും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം തീർച്ചയായും ഈ കാലം ആവശ്യപ്പെടുന്നതാണ്. അതിന്റെ ഉത്തരവാണ് SSF. നമുക്ക് ധൈര്യസമേതം പറയാൻ കഴിയും. അങ്ങനെ ആ SSFന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. തീർച്ചയായും SSFന്റെ രാഷ്ട്രീയം ഒരു കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും വിധേയത്വം പുലർത്തി ചാർത്തിക്കൊടുത്ത ഒരു രാഷ്ട്രീയ ബോധമല്ല. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വീണ് കിടക്കുന്നവന് നേരെ കൊടുക്കുന്ന ഒരു കൈയാണ്, കഷ്ടപ്പെടുന്നവന് നേരെ കൊടുക്കുന്ന ഒരു ചിരിയാണ്, ഹൃദയമറിഞ്ഞ ചിരി. ഹതാശന് നേരെ നമ്മൾ നീട്ടുന്ന ഒരു കരുണയുടെ വാക്കാണ്, ഒരു തലോടലാണ്. ഇതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം പ്രയോഗിക്കാനാണ് കേരളത്തിൽ SSF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും ഇങ്ങനെ പ്രബുദ്ധമായ ഒരു ജനതയെയാണ്, ഒരു വിദ്യാർത്ഥി സമൂഹത്തെ. അവർ ഈ തെരുവിലുണ്ടായിരിക്കും. അവർക്ക് ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അവർക്ക് തീർച്ചയായും ശരിയായ ജലനയമുണ്ട്, ശരിയായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുണ്ട്. അവർക്ക് ശരിയായ മതബോധവുമുണ്ട്, ധാർമ്മിക ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള, മാനവിക ബോധമുള്ള പരശതം വിദ്യാർത്ഥികളെ SSF മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ MBBSകാരുണ്ട്. നിങ്ങൾക്ക് സമാധാനപൂർവ്വം അവരുടെ മുമ്പിൽ നിങ്ങളുടെ നെഞ്ചു വിരിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് നിശ്ചയമുണ്ട്. നിങ്ങളെ ചൂഷണം ചെയ്യലല്ല അവരുടെ ദൗത്യം, അതൊരു ഇസ്ലാമിക പ്രവർത്തനമാണ് എന്നവർ വിചാരിക്കുന്നു. നിങ്ങളുടെ ഹൃദയവേദന അറിയുക, നിങ്ങൾക്ക് തണലാവുക, അതാണ് ഒരു ഡോക്ടറുടെ ലക്ഷ്യം എന്നൊരു ഡോക്ടർ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഡോക്ടർമാരെ SSF മുന്നോട്ട് വയ്ക്കുന്നു. ഈ ഒരു പുതിയ തലമുറയെ SSF മുന്നോട്ട് വയ്ക്കുന്നു. ആയിരക്കണക്കിന് എഞ്ചിനീയർമാരെ SSF ഉൽപ്പാദിപ്പിക്കുന്നു. ധൈര്യസമേതം ഏത് മയൽപ്പാലത്തിന്റെ മുകളിലൂടെയും നെഞ്ചിൽ കൈവയ്ക്കാതെ സഞ്ചരിക്കാനുള്ള ഒരു ധൈര്യം, ഒരു ശക്തി, ഒരു ഉറപ്പ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ആയിരക്കണക്കിന് അധ്യാപക സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങൾ നിയന്ത്രിക്കുന്ന സാരഥികളെ SSF മുന്നോട്ട് വയ്ക്കുന്നു. ധാർമ്മിക ബോധമുള്ള ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാം. അവർ ഈ തെരുവിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിപ്പുണ്ട്. നാളെ നമ്മുടെ ചുറ്റും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘനാന്ധകാരത്തെ തകർക്കാൻ ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഉച്ചത്തിൽ അവർ ഉറക്കെ ഉറക്കെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ധാർമ്മിക വിപ്ലവം എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.